ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ് കേട്ടോ. യൂഷ്വലി എല്ലാ സൺഡേയ്സും നമ്മൾ രണ്ടത്താണിയിലേക്ക് പോകാറാണ്. പക്ഷേ ഇവിടെ നമുക്ക് ഇന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അപ്പോൾ സൺഡേ ആണെങ്കിൽ കൂടെ നമ്മൾ ഏർലി മോർണിംഗ് എണീറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് ഈ സൺഡേ ഹോളിഡേ ആകുമ്പോൾ സാറ്റർഡേ നൈറ്റിലൊരു പ്രത്യേക എനർജി ഉണ്ടാവുമല്ലോ. എസ്പെഷ്യലി സാറ്റർഡേ നൈറ്റ് കുറച്ച് ലേറ്റ് നൈറ്റായിട്ട് എവിടെയെങ്കിലും പോകണമെന്നോ പിന്നെ എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റി ചെയ്യണം എന്നൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇന്നലെ അവരെ നേരത്തെ കാലത്തെ കിടത്തി ഉറക്കി. അപ്പോൾ അതിന് പകരമായിട്ട് രാവിലെ തന്നെ എണീറ്റ് നമുക്ക് ബീച്ചിലും പിന്നെ വേറെ എവിടെയെങ്കിലും പുറത്തൊക്കെ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമെന്ന് പ്രോമിസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ നേരത്തെ ഉറങ്ങിയതുകൊണ്ട് തന്നെ രാവിലെ തന്നെ അവരും എണീറ്റിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം. പിന്നെ ഇവരോട് ഇന്നലെ പ്രോമിസ് ചെയ്ത പോലെ ബീച്ചിലും ഒന്ന് പോകണം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ എവിടെ പോകണം എന്നുള്ളൊരു ഡിസ്കഷനിലായിരുന്നു കേട്ടോ. ഇവരുടെ ഒരു ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ദോശ, ഇഡ്ഡലി അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളാണ്. പക്ഷേ സമയം ഏർലി മോർണിംഗ് ആണ്. ഏകദേശം 6:30-7 മണി ആ ഒരു സമയമായിട്ടുള്ളൂ. ഈ സമയം കൊണ്ട് ഓപ്പൺ ചെയ്യുന്ന വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്സ് ഒന്നും കാലിക്കറ്റിലില്ല. അങ്ങനെ അവസാനം നോൺ വെജ് കഴിക്കുക എന്നുള്ളൊരു പ്ലാനിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോകാൻ വിചാരിക്കുന്നത് ചാമ്പ്യൻസ് റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ. അവിടെ അത്യാവശ്യം നല്ല തിരക്കുമായിരിക്കും. പിന്നെ അത്ര അങ്ങോട്ട് സ്പേഷ്യസും അല്ല. എന്നാലും ഏർലി മോർണിംഗ് ആയതുകൊണ്ട് നമുക്ക് ഫാമിലിയായിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഉണ്ടാവുമെന്ന് വിചാരിക്കണം. എസ്പെഷ്യലി സൺഡേസ് അവിടെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് രാവിലെ തന്നെ ആയതുകൊണ്ട് നമുക്ക് അവിടെ പോയാലോ എന്ന് ആലോചിച്ചത്. ഇവിടെ അത്യാവശ്യം ഏർലി മോർണിംഗ് തന്നെ ഓപ്പൺ ആക്കുമെന്നാണ് തോന്നുന്നത്. കൃത്യമായിട്ടുള്ള സമയം എത്രയാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇവിടെ അപ്സ്റ്റെയറിലാണ് നമുക്ക് ഫാമിലിയൊക്കെ ആയിട്ട് ഇരിക്കാനുള്ള സൗകര്യം ഉള്ളത്. അങ്ങനെ ഞങ്ങൾ നേരെ മുകളിലോട്ട് കയറി. ഇവിടെ മുകളിൽ ഫുഡ് കഴിക്കുന്ന ഏരിയക്ക് ഒരു പ്രത്യേക വൈബുണ്ട് കേട്ടോ. മുകളിൽ ഈ ഒരു ഹാളും ഉണ്ട്. പിന്നെ അതുകൂടാണ്ട് പുറത്ത് ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ട്. അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കുറ്റിച്ചിറ കുളം നല്ല രസത്തിൽ കാണാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ സ്പെഷ്യൽ എന്താണെന്ന് അറിയണ്ടേ? നമ്മൾ വന്നിട്ടുള്ളത് പഴംപൊരിയും ബീഫും കഴിക്കാനാണ്. ഇനീഷ്യലി പഴംപൊരിയും ബീഫൊക്കെ കഴിക്കുക എന്നുള്ളത് എനിക്ക് ആലോചിക്കാനേ പറ്റാത്തൊരു കാര്യമായിരുന്നു. പക്ഷേ നമ്മൾ ഓരോ ഐറ്റംസ് ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോഴാണല്ലോ അതിൻ്റെ ഒരു കോമ്പിനേഷൻ എന്താണെന്ന് മനസ്സിലാവുക. ഇവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷൻ പഴംപൊരിയും ബീഫാണെന്നേ ഉള്ളൂ. അതുകൂടാണ്ട് ഒരുപാട് ഐറ്റംസും ഉണ്ട് കേട്ടോ. ഈ വീഡിയോ ഞാൻ കുറേ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു കേട്ടോ. പക്ഷേ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് തന്നെ ലേറ്റായി പോയതാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ള ഐറ്റംസ് എത്തിയിട്ടുണ്ട്. ബീഫ് ചില്ലി, പഴംപൊരി, പിന്നെ കാടമുട്ട, പൊറോട്ട. അത് കൂടാണ്ട് അവിടെ പുട്ട്, അപ്പം, പത്തിരി, പൊരിച്ച പത്തിരി ഇതെല്ലാം അവൈലബിൾ ആണ്. ഏർലി മോർണിംഗിൽ തന്നെ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ അടുത്തൊന്നും നമുക്ക് വിശക്കില്ല കേട്ടോ. ഇത്രയും ഏർലി മോർണിംഗിൽ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ കാലിക്കറ്റ് തന്നെ കേട്ടോ. കാരണം നമ്മൾ എല്ലാ സൺഡേയ്സും രണ്ടത്താണിയാണല്ലോ പോവാറ്. അവിടെ നിന്ന് ഇതുപോലെ രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് വണ്ടി എടുത്തൊന്ന് ഇങ്ങനെ കറങ്ങി നോക്കും. പക്ഷേ മര്യാദക്കൊരു ചായ പോലും കിട്ടുന്ന സ്ഥലം ഉണ്ടാവില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റോ പിന്നെ അല്ലെങ്കിൽ നല്ലൊരു ചായ, അതായത് കാലിക്കറ്റിലെ എല്ലാ റെസ്റ്റോറൻറ്റിലും എനിക്ക് തോന്നുന്നു അടിപൊളി ചായയാണ് അവർ കൊടുക്കുന്നത്. അപ്പം അങ്ങനത്തെ ഒരു ചായ പോലും നല്ലത് കിട്ടുന്ന ഒരു സ്ഥലം നമ്മൾ മലപ്പുറത്തില്ല. അതും ഏർലി മോർണിംഗിൽ കേട്ടോ. ഞാൻ അല്ലാത്ത സമയത്തല്ല പറയുന്നത്, ഏർലി മോർണിംഗ് ഇതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒരു ടൈമിൽ. അപ്പോൾ ഇവിടെ ഇനി തിരക്കാവാൻ പോകണേ ഉള്ളൂ. അതിനനുസരിച്ച് അവർ സാധനങ്ങൾ കൂടുതൽ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫിഷൊക്കെ ഫ്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ഫിഷ് കഴിക്കാത്തതുകൊണ്ട് ആ ഒരു കാര്യം ചിന്തിക്കാറേ ഇല്ല. ഞാനിങ്ങോട്ട് കയറി വരുമ്പോൾ എപ്പോഴും ഈ ഒരു ഗ്ലാസിൻ്റെ ഉള്ളിലേക്കാട്ടോ നോക്കാറ്, എന്തൊക്കെ അവിടെ അവൈലബിൾ ആയിട്ടുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. നമ്മുടെ ഈ ചാമ്പ്യൻസ് റെസ്റ്റോറൻറ്റിൻ്റെ തൊട്ടടുത്ത് തന്നെ കോയസൻഖാൻ്റെ ഒരു കുഞ്ഞ് ഷോപ്പുണ്ട്. വേറെ എവിടെയും കിട്ടാത്ത എല്ലാ സാധനങ്ങളും അവിടെ കിട്ടും. മാത്രമല്ല ചാമ്പ്യൻസിൻ്റെ തൊട്ട് പുറകെ തന്നെയാണ് എടയിൽ ഹോട്ടലുള്ളത്. അവിടെയും ഇതുപോലെ തന്നെ അവിടുത്തെ പഴംപൊരിയും ബീഫുമാണ് കേട്ടോ ദി ബെസ്റ്റ്. ചാമ്പ്യൻസിൻ്റെ അത്രയും സ്പേഷ്യസ് അല്ല കേട്ടോ അവിടെ. അതുകൊണ്ട് തന്നെ ഒത്തിരി ആൾക്കാർ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു. അപ്പോൾ ഇതാണ് എടയിൽ ഹോട്ടൽ. സൺഡേ വന്നിട്ടുണ്ടെങ്കിൽ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ നമ്മളങ്ങോട്ട് കഴിക്കാൻ പോയതൊന്നുമല്ല കേട്ടോ. മക്കളെന്തോ മിഠായിയൊക്കെ വാങ്ങാൻ വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഏരിയയിലേക്ക് വന്നതായിരുന്നു. ചാമ്പ്യൻസ് ഹോട്ടലിൽ ചില സമയത്തൊക്കെ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ.
അന്നേരം ആളുകൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവിടുന്ന് പാർസലൊക്കെ വാങ്ങിയിട്ട് ഈ ഒരു സ്ഥലത്ത് വന്നിരുന്നിട്ടാണ് ഫുഡ് കഴിക്കുക. ഇവിടെ സൺഡേസിൽ കുട്ടികളെ നീന്തൽ പഠിപ്പിക്കുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഇത് അത്യാവശ്യം വലിയ കുളമാണ് കേട്ടോ. മാത്രമല്ല മഴക്കാലമായതുകൊണ്ട് ഫുൾ നിറഞ്ഞെടുക്കുകയാണ്. മാത്രമല്ല വെള്ളമൊക്കെ നല്ല ക്ലിയറാണ്. കുളത്തിൻ്റെ അപ്പുറത്ത് കുറച്ച് കുട്ടികൾ നീന്തൽ പഠിക്കുന്നുണ്ട്. സമയം ഏകദേശം 7:30-8 മണിയൊക്കെ ആയിട്ടേ ഉള്ളൂ. ഫാമിലീസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ നിന്ന് പോവുകയാണ്. ഇനി നമ്മൾ നേരെ ബീച്ചിലേക്ക് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി ബീച്ചിലേക്ക് പോകേണ്ട ആവശ്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ ഇവരോട് പ്രോമിസ് ചെയ്തല്ലോ, അപ്പോൾ അത് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി നേരെ ബീച്ചിലേക്ക്. ബീച്ച് എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് അധികം ദൂരമൊന്നും ഇല്ല കേട്ടോ. ബീച്ച് സൈഡിൽ തന്നെയാണ് ഈ ഒരു ഏരിയ ഒക്കെ ഉള്ളത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ നീന്തൽ പഠിക്കാൻ വന്നിട്ടുള്ള പിള്ളേരാണ്. കാലിക്കറ്റിൻ്റെ പല സൈഡിലും സൺഡേസ് ഇതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല ആക്ടിവിറ്റീസും ഉണ്ട്. നമ്മുടെ സരോവരം ബയോ പാർക്കിൻ്റെ ആ ഒരു ഏരിയയിൽ, അതുപോലെ തന്നെ ബീച്ചിൻ്റെ വേറൊരു അറ്റത്തേക്കൊക്കെ നല്ല ഫുഡ് പാത്തും കാര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് കുട്ടികൾക്കായിട്ട് എല്ലാ സൺഡേസിലും സ്കേറ്റിംഗ് ക്ലാസ്സസും ഉണ്ട്. നമ്മളിടയ്ക്ക് ഇങ്ങനെ അവിടെയൊക്കെ പോകുമ്പോൾ ഇങ്ങനെ കുട്ടികളൊക്കെ കണ്ടിട്ടുമുണ്ട്, അതുപോലെ തന്നെ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മോസ്റ്റ്ലി എല്ലാ സൺഡേസും നമ്മൾ രണ്ടാത്താണിയിലേക്ക് പോകുമായതുകൊണ്ട് ഇങ്ങനത്തെ ക്ലാസ്സസിനൊന്നും ചേർത്തിട്ട് കാര്യമില്ലല്ലോ. പിന്നെ കാലിക്കറ്റിൽ സൺഡേ മോർണിംഗ് മാത്രമേ ഇത്ര ഫ്രീ ആയിട്ട് നമുക്ക് പുറത്തിറങ്ങാനും അതുപോലെ തന്നെ കറങ്ങാനൊക്കെ പറ്റുള്ളൂ കേട്ടോ. ഏകദേശം ഒരു 3 മണി, ഈവനിങ് 3 മണി 4 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഏരിയയിലേക്കേ വരാൻ പറ്റില്ല. ഭയങ്കര റഷായിരിക്കും. പല പല സ്ഥലങ്ങളിൽ നിന്നും പല പല ആളുകൾ വരുന്നൊരു സ്ഥലമാണ് കാലിക്കറ്റ് ബീച്ച്. മാത്രമല്ല അതൊരു വേറെ തന്നെ വൈബുള്ള സ്ഥലമാണല്ലോ. അപ്പോൾ പീസ്ഫുള്ളായിട്ട് നമുക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെങ്കിൽ ഈ ഒരു സമയത്ത് വരണം കേട്ടോ. കുറച്ച് നേരം ഇവിടെ കാറ്റൊക്കെ കൊണ്ടുവരുന്ന ചാമ്പ്യൻസിലോ ബോംബെ ഹോട്ടലിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോയിട്ടൊരു ചായ ഒക്കെ കുടിച്ച് കുറച്ച് സമയം ഇതിലൂടെയൊക്കെ ഒന്ന് നടക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു എനർജി ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. സമയം രാവിലെ ആയതുകൊണ്ട് തന്നെ ഐസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഇവിടെ എപ്പോഴും ഭയങ്കര ഹാപ്പനിങ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒന്നുകിൽ സൈക്ലിങ്, അല്ലെങ്കിൽ വാക്കത്തോൺ, അല്ലെങ്കിൽ മാരത്തോൺ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് ഇവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഏർലി മോർണിംഗ് തന്നെ എണീറ്റിട്ട് ഇവിടെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേക എനർജിയാണ്. മാത്രമല്ല ഇവിടുത്തെ ആളുകളും ഭയങ്കര സ്പെഷ്യലാണ്. നമുക്ക് യാതൊരു പരിചയവും ഉണ്ടാവില്ല, എന്നാലും അവർ നമ്മളായിട്ട് സംസാരിക്കുകയും ചിലപ്പോൾ ചില കാര്യങ്ങളൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയും അതുപോലെ വിശേഷങ്ങൾ ചോദിക്കുകയും വീട് എവിടെയാണെന്ന് ചോദിക്കുകയും അങ്ങനെ ഒരു സ്പെഷ്യൽ നേച്ചറുള്ള ആളുകളാണ് കേട്ടോ ഇവിടെ. പിന്നെ രാവിലെ ഈ ഒരു സമയത്ത് ഇവിടെ കോഴിക്കോടുള്ള ആളുകൾ തന്നെയാണ് മെജോറിറ്റി. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ കാലിക്കറ്റിലുള്ളൊരു സൺഡേ മോർണിംഗ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? കാലിക്കറ്റിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ നിന്നാണെങ്കിൽ സുബഹി നിസ്കരിച്ച് ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതുപോലെ തന്നെ എൻജോയ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീണ്ടും നല്ല അടിപൊളി വീഡിയോസ് ആയിട്ട് വരാം. സോ ദിസ് ഈസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.